ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. കൊലപാതക കുറ്റം തെളിഞ്ഞു. വിധി പറഞ്ഞത് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്ന് കോടതിയിൽ ചെന്താമര. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. കോവിഡ് പ്രതിരോധ പദ്ധതിയിൽ വ്യാപക ക്രമക്കേട്. ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ. ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനിലെ സാമ്പത്തിക ക്രമക്കേട് പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 അംഗ അന്വേഷണ സംഘം. ക്രമക്കേട് തള്ളി ഡോക്ടർ അഷീൽ. ഉപരാഷ്ട്രപതിയുടെയും സുരേഷ് ഗോപിയുടെയും പ്രസ്താവനകൾ രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടെന്ന് NSS. ഇരുവരും മറുപടി അർഹിക്കുന്നില്ല എന്ന് G. സുകുമാരൻ നായർ. NSS ആസ്ഥാനത്ത് ആര് ചെല്ലണമെന്ന് ഭാരവാഹികൾ തീരുമാനിക്കട്ടെ എന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ അമൃത വാർത്തകളോട്. യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ. ഗൾഫ് മേഖലകളിൽ അമേരിക്കൻ വ്യോമത്താവളങ്ങളിൽ ആക്രമണങ്ങളുമായി ഇറാൻ. കുവൈറ്റിൽ 6 അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തിയെന്ന് ഇറാൻ. ഖിഷം ദ്വീപ്, ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങൾ ആക്രമിച്ച അമേരിക്ക. ആക്രമണങ്ങൾ ഉടൻ നിർത്തണമെന്ന് റഷ്യ. ഹോർമൂസിലെ ചരക്ക് ഗതാഗതം സ്തംഭിച്ചതിനെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില ഉയരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ R. സുഗതന്റെ ജാമ്യ ഹർജിയിൽ വിധി ഉച്ചയ്ക്ക് 2 മണിക്ക്. സുഗതനെ ജനം തെരഞ്ഞെടുത്തതെന്ന് അംഗീകരിക്കണമെന്നും അസാധാരണ സാഹചര്യമെന്നും ഹൈക്കോടതി. വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം ഒരുക്കാമെന്ന് സർക്കാർ ഹൈക്കോടതി. ലോകകപ്പ് സെമി പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. മത്സരം രാത്രി 12:30. മറ്റന്നാൾ അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി. അതേസമയം കോടതിയെ ചെന്താമര വെല്ലുവിളിച്ചു. വേണ്ടി വന്നാൽ മറ്റുള്ളവരെയും കൊല്ലുമെന്നും തൂക്കിക്കൊന്നോളൂ എന്നും കോടതിയോട് ചെന്താമര പറഞ്ഞു. കേസിൽ ചെന്താമരയ്ക്കുള്ള ശിക്ഷ ബുധനാഴ്ച വിധിക്കും. 2025 ജനുവരി 27-നാണ് നെന്മാറയിൽ ഇരട്ടക്കൊലപാതകം നടന്നത്. പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയാണ് ചെന്താമര കൊലപ്പെടുത്തിയത്. 2019 സുധാകരന്റെ ഭാര്യ സജിതയെയും ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. ചെന്താമരയും ഭാര്യയുമായി അകന്നു കഴിയാൻ കാരണം സുധാകരനും കുടുംബവുമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെന്താമര കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയത്. ഇതിൽ സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിലാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ചെന്താമരയുടെ ശിക്ഷ ബുധനാഴ്ചയാണ് വിധിക്കുക. വധശിക്ഷയോ ജീവപര്യന്തമോ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് കോടതി ശരിവെച്ചിട്ടുള്ളത്. അപൂർവങ്ങളിൽ അപൂർവമെന്നും പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് കോടതി വിധിച്ചിട്ടുള്ളത്. കേസിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായി പരിശോധിച്ച ശേഷമാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. കോടതിയിൽ ആദ്യം മിണ്ടാതിരുന്ന ചെന്താമര പിന്നീട് മൗനം വെടിഞ്ഞു. എഴുതാവുന്നത് എന്താണെന്ന് വെച്ചാൽ എഴുതിക്കോളൂ എന്നായിരുന്നു ജഡ്ജിയോട് ചെന്താമരയുടെ വാക്കുകൾ. കോടതിയെ വെല്ലുവിളിച്ച ചെന്താമര താൻ ഗാന്ധിജിയല്ലെന്നും വേണ്ടിവന്നാൽ മറ്റുള്ളവരെയും കൊല്ലുമെന്നും പറഞ്ഞു. തൂക്കിക്കൊന്നോളൂ എന്നാണ് ചെന്താമര ജഡ്ജിയോട് പറഞ്ഞിട്ടുള്ളത്. നിരവധി സാക്ഷികൾ കൂറുമാറിയ കേസിൽ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് പ്രോസിക്യൂഷന് അനുകൂലമായത്. പ്രതി സ്വതന്ത്രമായി നടന്നാൽ മറ്റുള്ളവരുടെ ജീവനുകൂടി ഭീഷണിയാണെന്ന് പ്രോസിക്യൂഷൻ വാദം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ ചെന്താമര കോടതിയെ ഭീഷണിപ്പെടുത്തുക കൂടി ചെയ്തതോടെ ജഡ്ജിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നത് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ പോലീസ് കോടതിക്ക് കൈമാറിയിട്ടുമുണ്ട്. ഇതുൾപ്പെടെ പരിശോധിച്ചാണ് നിർണായക തീരുമാനത്തിലേക്ക് കോടതി എത്തിയിട്ടുള്ളത്. അമൃത ന്യൂസ്, പാലക്കാട്. പോത്തുണ്ടി ഇരട്ടക്കൊലപാതകത്തിൽ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ജേക്കബ് മാത്യു. മാധ്യമവാർത്തകൾ കോടതിയെ സ്വാധീനിച്ചുവെന്നും അതാണ് ചെന്താമരയ്ക്കെതിരായതെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. 1.5 വർഷമായി മാധ്യമ വിചാരണ നേരിട്ട വ്യക്തിയാണ് ചെന്താമര. മാധ്യമങ്ങളോട് ഉള്ള പ്രതികരണമാണ് തൂക്കിക്കൊന്നോളൂ എന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് കാലത്തെ ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിൽ സാമ്പത്തിക ക്രമക്കേടും വീഴ്ചയും കണ്ടെത്തി AGയുടെ റിപ്പോർട്ട്. സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ നടപടിക്ക് ശുപാർശ. അന്വേഷണത്തിന് 3 അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയതായും 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ആരോഗ്യമന്ത്രി K. മുരളീധരൻ അറിയിച്ചു. എന്നാൽ മുൻ സർക്കാരിന്റെ അറിവോടുകൂടിയാണ് പദ്ധതി നടപ്പിലാക്കിയതെന്നും AGയുടെ റിപ്പോർട്ട് തള്ളണമെന്നും ആവശ്യപ്പെട്ട മുഹമ്മദ് അഷീൽ ധനകാര്യ വകുപ്പിന് കത്ത് നൽകി. കോവിഡ് കാലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ ബ്രേക്ക് ദി ചെയിൻ പദ്ധതി നടപ്പാക്കിയത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ പദ്ധതിക്കായി 4.89 കോടി രൂപയാണ് ചെലവാക്കിയത്. എന്നാൽ ഈ പദ്ധതിയുടെ ഭാഗമായി നടന്ന പല പർച്ചേസുകളിലും വൻ ക്രമക്കേടാണ്
കണ്ടെത്തിയിരിക്കുന്നത്. ടെൻഡർ നടപടികൾ പാലിക്കാതെയാണ് പല പർച്ചേസുകളും നടന്നിരിക്കുന്നത്. ഉപകരണങ്ങൾ വാങ്ങിയതിൽ പലതിലും കണക്കുകൾ വ്യക്തമല്ല. ബില്ലുകളിലും വൗച്ചറുകളിലും വ്യക്തതയില്ല. സാനിറ്റൈസർ ഉത്പാദനത്തിന് സർക്കാർ അനുമതി ഉണ്ടായിരുന്നില്ല. ജയിൽ വകുപ്പിന് ലൈസൻസ് ഇല്ലാതെയാണ് ഉൽപാദന അനുമതി നൽകിയത്. ഇതടക്കമുള്ള നിരവധി ക്രമക്കേടുകളാണ് ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തലിലുള്ളത്. വീഡിയോ കോൺഫറൻസ് മുറിയുടെ നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നു. പദ്ധതിയുടെ നടത്തിപ്പിന് സാമൂഹ്യ സുരക്ഷാ മിഷനെ ചുമതലപ്പെടുത്തിയിരുന്നില്ല തുടങ്ങിയ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. AGയുടെ റിപ്പോർട്ടിന്മേൽ അന്വേഷണത്തിന് 3 അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയതായും 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ലഭിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷത്തെ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയതിലും മറ്റു കാര്യങ്ങളിലൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പൂർണ്ണമായിട്ടും ഇപ്പോൾ 3 IAS ഉദ്യോഗസ്ഥന്മാർ, പ്രിൻസിപ്പൽ സെക്രട്ടറി ഹെൽത്ത്, അഡീഷണൽ ഹെൽത്ത് സെക്രട്ടറി, NHMൻ്റെ ഡയറക്ടർ, DME, DHS ഇവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ 2 ആഴ്ചയ്ക്കും റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ AGയുടെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളി ഡോക്ടർ മുഹമ്മദ് അഷീൽ രംഗത്ത് വന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുൻ സർക്കാരിന് അറിയാമായിരുന്നുവെന്നും റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കില്ല എന്നും മുഹമ്മദ് അഷീൽ വാദിക്കുന്നു. AGയുടെ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട മുഹമ്മദ് അഷീൽ ധനകാര്യ വകുപ്പിന് കത്തയച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും മറുപടി അർഹിക്കുന്നില്ല എന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് NSS ഇല്ല. പ്രസ്താവനകൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളാണുള്ളത്. മന്നം സമാധിയിൽ പ്രവേശിക്കുന്നതിന് ആർക്കും വിലക്കില്ല. പ്രോട്ടോകോൾ പാലിക്കണമെന്ന് പറയുന്നതാണ് പ്രശ്നമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. NSS ആസ്ഥാനത്ത് ആര് ചെല്ലണമെന്ന് NSS ഭാരവാഹികൾ തീരുമാനിക്കട്ടെ എന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ. അവിടെ അശുദ്ധിയുണ്ട് എന്ന് കരുതുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. NSSൻ്റെ കാര്യത്തിൽ NSSൻ്റെ മന്നം ചങ്ങനാശ്ശേരി മന്നത്തുള്ള അവിടെ ആര് കയറണ്ട എന്നുള്ള കാര്യം അതിൻ്റെ ഭാരവാഹികൾ തീരുമാനിക്കട്ടെ. അതിനകത്ത് എൻ്റെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. ഇപ്പോൾ അവിടെ എന്തെങ്കിലും അശുദ്ധി ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവർ തമ്മിൽ അവിടെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അശുദ്ധി ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം നിയമനങ്ങളിൽ ഉൾപ്പെടെ സർക്കാരിന് സ്വാതന്ത്ര്യമുണ്ടാകണമെന്ന് മന്ത്രി കെ മുരളീധരൻ. താഴ്മൺ തന്ത്രി സംശയത്തിന്റെ നിഴലിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല തന്ത്രി സ്ഥാനത്ത് നിന്ന് താഴ്മൺ കുടുംബം സ്വയം ഒഴിവാകണമെന്നും അല്ലെങ്കിൽ അവരെ മാറ്റണമെന്നും BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണനും നിലപാട് വ്യക്തമാക്കി. ഈ മണ്ഡല മകരവിളക്ക് സീസണിൽ ശബരിമലയിലെ തന്ത്രി സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കണമെന്നും പകരം മകൻ തന്ത്രിസ്ഥാനം നൽകണമെന്നും ആവശ്യപ്പെട്ട തന്ത്രി കണ്ഠരര് രാജീവര് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ ഉൾപ്പെടെ സർക്കാരിന് സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും നിയമനങ്ങളിൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ശബരിമല തന്ത്രി സംശയത്തിന് നിഴലിലാണ്. പൂജയ്ക്ക് തന്ത്രിയെ വെക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് ഒഴിയുകയാണ്. ഒരു വശത്ത് കോടതിയും മറുവശത്ത് ദേവസ്വം ബോർഡ് നിൽക്കുമ്പോൾ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അതിൽ തെറ്റുകളുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാൻ തിരുത്താം. താഴ്മൺ തന്ത്രി സംശയത്തിൻ്റെ നിഴലാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ മാറ്റി എൻ്റെ മകനെ വെക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ദേവസ്വം ബോർഡിന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ദേവസ്വം ബോർഡ് അത് ഹൈക്കോടതിന് വിട്ടു. അവർക്കൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത്തവണ പൂജയ്ക്ക് തന്ത്രി വേണം. അത് ബോർഡ് ഉത്തരവാദിത്തം കൈവിടുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താ അറിയോ? കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നതുകൊണ്ട് ആ പേര് പറഞ്ഞ് ദേവസ്വം ബോർഡും കൈ കഴുകുന്നു. ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. താഴമൺ തന്ത്രി കുടുംബം പിതൃസ്ഥാനീയർ മാത്രമാണ്, അല്ലാതെ പിതാവല്ലെന്ന് BJP ഉപാധ്യക്ഷൻ KS രാധാകൃഷ്ണനും നിലപാട് വ്യക്തമാക്കി. ക്രിമിനൽ പശ്ചാത്തലമുള്ള കുടുംബം ക്ഷേത്രത്തിലെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ താന്ത്രിക സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. ആ തന്ത്രി കുടുംബത്തിൽപ്പെട്ട 2 പേരെ, ഒരാൾ വേശ്യപുരയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു, വേറൊരാൾ വ്യാജരേഖ ചമച്ച് സ്വർണത്തെ ചെമ്പാക്കി മാറ്റി അത് കൊള്ള നടത്തിയ 2 കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ട് ഇപ്പോൾ അതിൽ നിന്ന് വന്നിരിക്കുകയാണ്. തന്ത്രസംശയമാണല്ലോ ആധികാരികമായ ഗ്രന്ഥം. തന്ത്രസംശയത്തിൽ പറയുന്നുണ്ട് മാറ്റാമെന്ന്. 1. രണ്ടാമത്തെ കാര്യം, ശബരിമല ക്ഷേത്രം താഴമൺ കുടുംബം വരുന്നതിന് മുൻപേ ഉണ്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന തന്ത്രിക്ക് പകരമാണല്ലോ ഈ തന്ത്രിയെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ തന്ത്രിയെ മാറ്റാമെന്നുള്ളതിൻ്റെ നല്ല തെളിവല്ലേ? കർണാടക ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു വിധി വന്നതിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ. 1, the person should be legitimate. Second, the person should be competent. ഇദ്ദേഹത്തിൻ്റെ മകൻ
ലെജിറ്റിമേറ്റും കോമ്പീറ്റൻറ്റും ആണെന്ന് നമ്മളെങ്ങനെ അറിയും? തന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കി ആ സ്ഥാനം മകൻ ബ്രഹ്മദത്തിന് നൽകണമെന്നാവശ്യപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവര് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു. അനാരോഗ്യം മൂലം തന്ത്രിസ്ഥാനത്ത് നിന്ന് ചടങ്ങുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് കത്തിൽ പറയുന്നത്. ഇക്കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷം തീരുമാനമെടുക്കുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട്. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ ആർ സുഗതന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി 2 മണിക്ക് വിധി പറയും. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന സ്ഥാനം അവഗണിക്കാനാകില്ല എന്ന് കോടതി പറഞ്ഞു. അതേസമയം കാപ്പ കേസിൽ ജയിലിലായതും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട സാഹചര്യമുണ്ടായതും അസാധാരണ സ്ഥിതിവിശേഷമാണെന്നും കോടതി വിലയിരുത്തി. അസാധാരണ സാഹചര്യത്തിൽ ജയിലിൽ വെച്ചും സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന നിലപാടിലാണ് കോടതി. ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്തിയാൽ പോരെ എന്ന് കോടതി ചോദിച്ചപ്പോൾ അനുകൂല പ്രതികരണമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കാമെന്ന ഹൈക്കോടതി സർക്കാർ നിലപാട് അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനിലെ 140 ഇടങ്ങളിൽ US ബോംബാക്രമണം ശക്തമാക്കിയതായാണ് റിപ്പോർട്ട്. ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചു. ഇതോടെ ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ 3% വർധനവാണ് ഉണ്ടായത്. എണ്ണവില ബാരലിന് $78.68 ഇറാനിലെ വടക്കൻ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിറിഖ്, ചബഹർ, ജസ്ക്, അസാലുയി, ബുഷഹർ, ക്വിഷ്ദ്വീപ് തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലാണ് ആക്രമണം കനപ്പിക്കുന്നത്. ആക്രമണത്തിൽ ഇറാന്റെ ഒരു നാവികസേനാ ഉദ്യോഗസ്ഥൻ കൂടി കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. US ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഗൾഫിലെ US കേന്ദ്രങ്ങളിൽ ഇറാൻ ശക്തമായ പ്രത്യാക്രമണവും നടത്തി. ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യാപക മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. ആക്രമണം ശക്തമായതിനു പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചു. ഇതോടെ ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 3% വർധനയുണ്ടായി. എണ്ണവില ബാരലിന് $78.68 എത്തി. അതേസമയം ഇറാൻ ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കില്ലെന്നും അന്താരാഷ്ട്ര ജലപാതയായി ഹോർമൂസ് തുടരുമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കുവൈറ്റിൽ 3 അമേരിക്കൻ സൈനികർ ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത വ്യാജമാണെന്നും ഒരാൾക്കും ജീവാപായം സംഭവിച്ചിട്ടില്ലെന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ഇറാൻ അംഗീകരിക്കാത്ത ഒരു പാതയിലൂടെയും കപ്പലുകൾ കടക്കാൻ ശ്രമിക്കരുതെന്നും IRGC മുന്നറിയിപ്പ് നൽകി. ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഏപ്രിലിന് മുന്നത്തെ നിലയിലേക്ക് പടരുകയാണ് നിലവിലെ സംഘർഷം. മേഖലയിലാകെ പടർന്ന് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുകയാണ്. വീണ്ടും ഹോർമൂസ് അടഞ്ഞതും സാഹചര്യം സങ്കീർണമാക്കുന്നു. ഇതുവരെ ഇല്ലാത്ത വിധം ഇറാനിലെ 140 കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം അഴിച്ചുവിടുന്നത്. ഹോർമൂസിൽ GFSC ഗാലക്സി എന്ന കപ്പൽ ആക്രമിച്ചതായിരുന്നു പ്രകോപനത്തിന് കാരണം. തിരിച്ചടിയിൽ ഇറാൻ ഒമാനിലെ ദുഗം തീരത്ത് അമേരിക്കൻ സൈനിക ലോജിസ്റ്റിക്സ്, വിമാന ഇന്ധന കേന്ദ്രങ്ങൾ, ഖത്തറിലെ അൽ ഉദൈദ എയർബേസിലെ ഫൈറ്റർ ജെറ്റ് കമാൻഡ് സെന്റർ, ബഹ്റൈനിലെ 5ാം കപ്പൽപ്പട താവളം, കുവൈറ്റിലെ ആയുധ ഡിപ്പോ, പേട്രിയറ്റ മിസൈൽ സിസ്റ്റം, ജോർദാനിൽ MQ-9 ഡ്രോൺ ഹാങ്ങർ എന്നിവ ആക്രമിച്ചു. ഖത്തറിലും ആക്രമണം തുടരുകയാണ്. ഈ രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്ക തങ്ങളെ ആക്രമിച്ചതെന്ന് കാട്ടിയാണ് ഇറാന്റെ പ്രത്യാക്രമണം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തൃശൂർ കുന്നംകുളം പഴഞ്ഞിയിൽ കൂട്ടാത്മഹത്യാശ്രമം. പഴഞ്ഞി MD കോളേജിന് സമീപം മടക്കനായിക്കൽ വീട്ടിൽ താമസിക്കുന്ന കുടുംബമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സംഭവത്തിൽ അച്ഛനും മകളും മരിച്ചു. അമ്മയും മകനും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു. പഴഞ്ഞി MD കോളേജിന് സമീപം മടക്കനായിക്കൽ വീട്ടിൽ താമസിക്കുന്ന സിബി, ഭാര്യ ബീന, മക്കളായ അലീന, ആദിത്യൻ എന്നിവരാണ് ഇന്ന് പുലർച്ചെ 5:30 വീടിനകത്ത് വെച്ച വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സംഭവത്തിൽ സിബിയും മകൾ അലീനയും മരിച്ചു. വിഷം കഴിച്ചതിന് ശേഷം സിബി കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. മകൾ അലീനയെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ബീന വിഷം കഴിച്ചതിന് ശേഷം കൈഞ്ഞരമ്പ് മുറിച്ചു. മകൻ ആദിത്യനും വിഷം കഴിച്ചു. ഗുരുതരാവസ്ഥയിലുള്ള ബീനയെയും മകൻ ആദിത്യനെയും ഉടൻ തന്നെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ബീനയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ആദിത്യനെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. ആദിത്യൻ തന്നെയാണ് പോലീസിൽ വിവരം അറിയിച്ചത്. സംഭവത്തിൽ മരിച്ച സിബിയുടെയും അലീനയുടെയും മൃതദേഹങ്ങൾ കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വിദേശത്ത് ജോലിയിലുള്ള സിബി ഇന്നലെയാണ് നാട്ടിലെത്തിയത്. കുടുംബ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. വീടിനകത്ത് നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ ഞങ്ങൾ പോകുന്നു എന്ന വാചകം മാത്രമാണുള്ളത്. അമൃത ന്യൂസ്, തൃശൂർ. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ആഭ്യന്തര വകുപ്പിന് കൈമാറും. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് MR അജിത് കുമാർ അട്ടിമറിച്ചു എന്നാണ് റിപ്പോർട്ട്. അജിത് കുമാറിനെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടിൽ സർക്കാർ നിലപാട് നിർണായകമാണ്. DGP സ്ഥാനക്കയറ്റ പട്ടികയിൽ ഇടം നേടാനിരിക്കെയാണ് MR അജിത് കുമാറിനെതിരെ നടപടി വരുന്നത്.
നവകേരള യാത്ര നടക്കവേ ആലപ്പുഴയിൽ വെച്ച് കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രി സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതി നിർദ്ദേശപ്രകാരം അന്ന് കേസെടുത്തിരുന്നു. എന്നാൽ ആ കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥനായ ADGP MR അജിത്കുമാർ ഇടപെട്ടിരുന്നു എന്നാണ് പിന്നീട് SIT സംഘത്തോട് അന്വേഷണ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയത്. ADGP ഓഫീസിൽ വിളിച്ചു വരുത്തി MR അജിത്കുമാർ റിപ്പോർട്ട് തിരുത്താൻ ആവശ്യപ്പെട്ടു എന്നാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത്. ഗുരുതര കുറ്റകൃത്യമാണ് അജിത്കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടി SIT ആഴ്ചകൾക്ക് മുമ്പ് DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ സർക്കാർ നടപടി വൈകുന്നതിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു. ഏത് സർക്കാർ ഭരിച്ചാലും MR അജിത്കുമാറിന് സുരക്ഷയൊരുക്കുമെന്ന വിമർശനമാണ് ആഭ്യന്തര വകുപ്പ് നേരിട്ടത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത സുപ്രധാന തീരുമാനമായിരുന്നു പുനരന്വേഷണം. റിപ്പോർട്ട് വന്നിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ വിമർശനം ശക്തമായതോടെയാണ് നിയമോപദേശം തേടിയ ശേഷം DGP റിപ്പോർട്ട് കൈമാറുന്നത്. അതേസമയം ഫയർഫോഴ്സ് മേധാവി DGP നിതിൻ അഗർവാൾ ഈ മാസം 31-ന് വിരമിക്കുമ്പോൾ DGP പദവിയിലേക്ക് MR അജിത്കുമാർ പരിഗണിക്കപ്പെടും. എന്നാൽ രക്ഷാപ്രവർത്തന കേസിൽ നടപടിയുണ്ടായാൽ സ്ഥാനക്കയറ്റം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം സസ്പെൻഷൻ ഉണ്ടായാൽ ഹൈക്കോടതിയെ സമീപിച്ച് അജിത്കുമാർ സ്റ്റേ വാങ്ങിയാൽ അത് സർക്കാരിന് തിരിച്ചടിയുമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തമിഴ്നാട്ടിലെ ഗോവധ നിരോധന ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. തമിഴ്നാട് സർക്കാരിന്റെ അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ നടപടി. ഗോവധം നിരോധിച്ചുകൊണ്ടുള്ള മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ തിരുത്തൽ വേണമെന്ന് സുപ്രീം കോടതി. ഉത്തരവിലെ അവസാന ഖണ്ഡികയിലെ പൂർണ്ണമായ നിരോധനം പ്രഥമ ദൃഷ്ട്യാ തിരുത്തൽ ആവശ്യമുള്ളതായി സുപ്രീം കോടതി വിലയിരുത്തി. നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാണ് ഹൈക്കോടതി ഉത്തരവെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് പശുക്കളെ അറക്കുന്നതിന് സമ്പൂർണ്ണ നിരോധനമില്ലെന്നും നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം നിശ്ചിത മാനദണ്ഡങ്ങളോടെ കശാപ്പ് അനുവദനീയമാണെന്നും തമിഴ്നാട് സർക്കാർ ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഗോവധ നിരോധന ഉത്തരവ് സ്റ്റേ ചെയ്തത്. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ ഡെന്റൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. വിദ്യാർത്ഥികളോട് അധ്യാപകൻ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് എന്ന് റാമിന്റെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു. മനുഷ്യത്വരഹിതം എന്ന വാക്ക് മാത്രമാണ് മനസ്സിൽ വരുന്നതെന്നും കോടതി പറഞ്ഞു. റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചു. അധ്യാപകൻ 3 മാസമായി ഒളിവിലാണെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു. പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ അധ്യാപകൻ തിരിച്ചറിയണമെന്നും കോടതി നിരീക്ഷിച്ചു. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്തെ ഡ്രോൺ സർവേ വിവാദത്തിൽ മലക്കം മറിഞ്ഞ മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കലമണ്ണിൽ. താൻ പ്രദേശത്ത് ഡ്രോൺ സർവേ നടത്തിയിട്ടില്ല എന്നും ഡ്രോൺ സർവേ നടത്തും എന്നാണ് പറഞ്ഞതെന്നും കലമണ്ണിൽ വ്യക്തമാക്കി. ആറന്മുള MLA അബിൻ വർക്കിക്കെതിരെയും പത്തനംതിട്ടയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കെതിരെയും കടുത്ത വിമർശനമാണ് കലമണ്ണിൽ ഉന്നയിക്കുന്നത്. ഞാൻ പിന്മാറാൻ, ഞാൻ MLA അല്ലല്ലോ, ഞാൻ MP അല്ലല്ലോ, ഞാൻ ഗവൺമെന്റ് അല്ലല്ലോ. ഗവൺമെന്റാണ് അതൊക്കെ തീരുമാനിച്ചത്, എയർപോർട്ട് വേണോ വേണ്ട എന്ന്. എന്നെ പോലെ ചെറിയ വ്യക്തി, ഞങ്ങളൊരു സ്കൂൾ നടത്തുന്നവരാണ്, മൗണ്ട് സിയോൺ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ്. അതാണ് 2005 ഞങ്ങൾ അനുവാദം കിട്ടി 100 ഏക്കർ സ്ഥലം വേണമെന്നായിരുന്നു അതെന്ന് അവർ പറഞ്ഞു. ഡ്രോൺ സർവേ നടത്തിയില്ലല്ലോ. ആരെ നടത്തിയെന്ന് പറഞ്ഞു? ഞാൻ നടത്തിയെന്ന് പറഞ്ഞു. നടത്തുമെന്ന് പറയുന്നത് നടത്തിയതാക്കിയോ നിങ്ങൾ? ഞാൻ നടത്തുമെന്നാ പറഞ്ഞത്, നടത്തിയിട്ടില്ല. നടത്താനായിരുന്നു, നടത്തും എന്നാ പറഞ്ഞത്. നിങ്ങൾ കേട്ടത് അങ്ങനെ പോയി, ഞാൻ എന്ത് വേണം? BJP ഫണ്ട് തട്ടിപ്പിൽ സംസ്ഥാന സർക്കാർ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട മുൻമന്ത്രി വി ശിവൻകുട്ടി. കേസെടുക്കാത്തത് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണോ എന്ന് സംശയമുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഫണ്ട് വിനിയോഗത്തിൽ BJPയുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിയോജിപ്പുകൾ വരാറുണ്ട്. 12 കോടിയുടെ തട്ടിപ്പാണ് ഇപ്പോൾ അവർ തന്നെ ഉന്നയിക്കുന്നത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. എവിടെ നിന്നാണ് പണം എന്നത് BJP വ്യക്തമാക്കണം. രാജീവ് ചന്ദ്രശേഖർ വിഷയത്തിൽ ഒരക്ഷരം പറയുന്നില്ല. വിഷയത്തിൽ ആഭ്യന്തര വകുപ്പും നിലപാട് വ്യക്തമാക്കണമെന്നും വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ചിടത്തോളം BJPക്കെതിരായി അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്ന് വരാറുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 12 കോടി രൂപയുടെ തട്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. കൊടി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കരാർ കൊടുത്തതിലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിലും ഇതിൻ്റെ എല്ലാം കാര്യത്തിൽ വലിയ ആക്ഷേപങ്ങൾ വന്നിരിക്കുകയാണ്. BJPയുടെ ഓഫീസ് സെക്രട്ടറി കോടിക്കണക്കിന് പേര് വരുന്ന നോട്ടുകെട്ട് മേശപ്പുറത്ത് നിരത്തി വെച്ച് സെൽഫി എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്.
സാധാരണഗതിയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപയുടെ കണക്ക് വരുന്ന അവസരത്തിൽ വിവിധ ഏജൻസികൾ കേസെടുത്ത് അന്വേഷണം നടത്താറുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി ഇക്കാര്യത്തിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് ഗൗരവമായി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘം വിദഗ്ധരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ്, പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടർമാർ, പീഡിയാട്രിക് അനസ്തേഷ്യ വിഭാഗം മേധാവിമാർ എന്നിവർ ഉൾപ്പെടുന്നതാണ് സംഘം. 1.5 വയസ്സുകാരൻ ദേവാൻ ശൗര്യയ്ക്ക് BMH ആശുപത്രിയിൽ നൽകിയ ചികിത്സ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ആന്തരിക അവയവ പരിശോധനാ റിപ്പോർട്ട് എന്നിവ സമഗ്രമായി വിലയിരുത്തിയ ശേഷമായിരിക്കും നടപടികൾ. വിശദമായ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിനു കൈമാറും. അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ 3 ഡോക്ടർമാർ ഒളിവിൽ പോയി എന്നാണ് വിവരം. പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുമായി ചർച്ച നടത്തിയ ശേഷം ഗതാഗത മന്ത്രി CP ജോൺ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അവരുടെ നിരവധി സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മിക്കവാറും എല്ലാ സംഘടനാ പ്രതിനിധികളും ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ച വളരെ കോർഡിയലായിരുന്നു എന്ന് അവർ തന്നെ നിങ്ങളോട് പറഞ്ഞു കാണും. എന്തായാലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആദ്യമായി തന്നെ അവരോട് പറഞ്ഞിട്ടുള്ളത് ഒരു ട്രാൻസ്പോർട്ട് പോളിസി നമ്മൾ ഉണ്ടാക്കും. ആ ട്രാൻസ്പോർട്ട് പോളിസി എന്താണെന്നുള്ളത് വിപുലമായ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ ഒരു പ്രശ്നം മാത്രമല്ല, അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ വ്യവസായം വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. 30,000-ഓളം ബസ്സുകൾ ഉണ്ടായിരുന്നത് 8,000 ബസ്സിലേക്ക് ചുരുങ്ങി. അപ്പോൾ അതിന് നിരവധി കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നിലനിൽക്കവെയാണ് പ്രിയദർശിനി സ്കീം കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺസെൻസസ് എന്താന്ന് പറഞ്ഞാൽ, എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വകാര്യ ബസ് ഉടമകളുമായുള്ള ഗതാഗത മന്ത്രിയുടെ ചർച്ച പൂർത്തിയായി. ഇതിനുശേഷം അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. പൗരത്വം നിർണ്ണയിക്കൽ ന്യായവും സുതാര്യവുമാകണമെന്ന് സുപ്രീംകോടതി. പൗരത്വ നിർണ്ണയ പ്രക്രിയ യുക്തിസഹമാകണമെന്നും കോടതി. അസം 27 പേരെ വിദേശികളായി പ്രഖ്യാപിച്ച ഉത്തരവ് കോടതി റദ്ദാക്കി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, പൗരത്വ കേസ് പുനഃപരിശോധിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, അസാമിലെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. പൗരത്വം നിർണ്ണയിക്കുന്നതിനുള്ള നടപടികൾ സുതാര്യവും നീതിപൂർണവുമാകണമെന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്. കേസിന് ആസ്പദമായ സംഭവം എന്നുള്ളത് അസാമിൽ 27 പേരെ വിദേശികളായി പ്രഖ്യാപിച്ചുകൊണ്ട് അസാം ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ആ ഉത്തരവ് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. തുടർന്നാണ് സുപ്രീം കോടതിയിലേക്ക് കേസെത്തിയത്. ഈ കേസ് പരിശോധിക്കവെയാണ് ഇതിനുള്ള നടപടികൾ കൂടുതൽ സുതാര്യമാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കുകയും ഈ കേസ് വീണ്ടും തിരിച്ച് ട്രൈബ്യൂണലിന് തന്നെ അയക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ നടപടികൾ കൂടുതൽ സുതാര്യമായി ഒന്നുകൂടി പരിശോധിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ട്രൈബ്യൂണലിന്റെ അടുത്ത ഉത്തരവ് വരുന്നവരെ നിലവിൽ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേർക്കെതിരെ മറ്റ് നടപടികളൊന്നും തന്നെ സ്വീകരിക്കരുത് എന്ന കാര്യം കൂടി സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇത്തരത്തിൽ നിർണായകമായൊരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. കോടതി ചൂണ്ടിക്കാട്ടിയതിൽ ഏറ്റവും നിർണായകമായ കാര്യം എന്നുള്ളത് പൗരത്വം എന്നുള്ളത് ഭരണഘടനാപരമായി ഏറെ പ്രാധാന്യമുള്ളൊരു വസ്തുതയാണ്, അല്ലെങ്കിൽ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് പൗരത്വം നിർണ്ണയിക്കുന്നതിനുള്ള നടപടികൾ കൂടുതൽ സുതാര്യവും നീതിപൂർണവുമായിരിക്കണം എന്നാണ് വ്യക്തമാക്കിയത്. ഇത് അസാമിലെ കേസുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ശ്രീജ. ശരി ജിഷ്ണു, പൗരത്വം നിർണ്ണയിക്കൽ ന്യായവും സുതാര്യവുമാകണമെന്ന നിരീക്ഷണവുമായി തിരിക്കുകയാണ് സുപ്രീം കോടതി. മലപ്പുറം കുറ്റിപ്പുറത്ത് വൻ ലഹരിവേട്ട. 1/2 കിലോയോളം MDMA-യുമായി യുവാവ് പിടിയിൽ. തിരൂർ കൂട്ടായി സ്വദേശി കൂവക്കാട് മുഫസറാണ് കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് മയക്കുമരുന്ന് കടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറം പോലീസ് നടത്തിയ പരിശോധനയിലാണ് യുവാവ് പിടിയിലായത്. കുറ്റിപ്പുറം മഞ്ചാടിയിൽ വെച്ച് കാറിൽ കടത്തുകയായിരുന്ന 493 ഗ്രാം MDMA-യും 7.8 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി കൂട്ടായി സ്വദേശി
അബ്ദുൾ മുഫാഷിറിനെ കുറ്റിപ്പുറം CI കെ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത്. 25 ലക്ഷം രൂപയുടെ MDMAയും കഞ്ചാവുമാണ് പിടികൂടിയത്. ജില്ലയിൽ വിതരണം ചെയ്യാനായി ബാംഗ്ലൂരിൽ നിന്ന് കാറിൽ കടത്തിക്കൊണ്ടുവന്നതായിരുന്നു MDMA. ആഡംബര വാഹനത്തിന്റെ സ്റ്റെപ്പിനി ടയറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ. MDMA വിൽപ്പന നടത്തിയതിന് പിടിക്കപ്പെട്ട് 2 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ വ്യക്തിയാണ് മുഫാസിർ. അമൃത ന്യൂസ്, മലപ്പുറം. പന്തോളം സമർപ്പിക്കുന്നത് മെയ്തർ ഈഗിൾസ് FC കേരള. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ വൈരങ്ങളിലൊന്നാണ് അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം. വിവാദമായി ദൈവത്തിന്റെ കൈയെന്ന് പേരുകെട്ട ഗോളും പിന്നീട് നൂറ്റാണ്ടിന്റെ ഗോൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാന്ത്രിക ഗോളും പിറന്നത് മുൻപ് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴായിരുന്നു. ഇത്തവണ സെമിയിൽ ഇരു ടീമുകളും നേർക്ക് നേർത്തുമ്പോൾ ആരാധകർ ആശങ്കയിലും ആവേശത്തിലുമാണ്. ലോകകപ്പ് സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ട് മത്സരം ചരിത്രത്തിൽ ഇടം പിടിച്ച പോരാട്ടത്തിന്റെ ആവർത്തനമാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഫോക്ലൻഡ് യുദ്ധത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നടന്ന 1986 മെക്സിക്കോ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലാണ് ഈ ചരിത്ര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അന്നത്തെ ക്വാർട്ടർ ഫൈനൽ ഫുട്ബോൾ ലോകം ഒരിക്കലും മറക്കാത്ത മത്സരമാണ്. കാൽപന്തിന്റെ ഇതിഹാസം ഡീഗോ മറഡോണയുടെ വിവാദമായ ദൈവത്തിന്റെ കൈ എന്ന് പേരുകേട്ട ഗോളും പിന്നീട് നൂറ്റാണ്ടിന്റെ ഗോൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാന്ത്രിക ഗോളും പിറന്നത് ഈ മത്സരത്തിലായിരുന്നു. മത്സരത്തിന്റെ 51-ാം മിനിറ്റിൽ ഡീഗോ മറഡോണ ഉയർന്നു ചാടി തന്റെ കൈകൊണ്ട് പന്ത് ഇംഗ്ലീഷ് വലയ്ക്കുള്ളിലേക്ക് തള്ളിയിട്ടു എന്നതായിരുന്നു വിവാദമായിരുന്നത്. റഫറിയുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഈ ഗോൾ അർജന്റീനയ്ക്ക് അനുകൂലമായി അനുവദിക്കപ്പെട്ടു. അങ്ങനെ ദൈവത്തിന്റെ കൈ എന്ന് ആ വിവാദ ഗോൾ അറിയപ്പെട്ടു. എന്നാൽ ആദ്യ ഗോളിന്റെ വിവാദങ്ങൾ അടങ്ങും മുൻപ് 55-ാം മിനിറ്റിൽ മറഡോണ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ച ആ മാന്ത്രിക ഗോൾ നേടി. പകുതിയിൽ നിന്ന് പന്ത് ലഭിച്ച മറഡോണ ഇംഗ്ലണ്ടിന്റെ 5 പ്രതിരോധ നിരക്കാരെയും ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടനെയും മറികടന്ന് പന്ത് ഇംഗ്ലണ്ടിന്റെ വലയിലാക്കി. 1-2 ഗോളുകൾക്ക് അർജന്റീന ഈ മത്സരം വിജയിക്കുകയും പിന്നീട് ആ വർഷത്തെ ലോകകപ്പ് കിരീടം ചൂടുകയും ചെയ്തു. എന്നാൽ അതിനു മുൻപ് 1966 ക്വാർട്ടർ ഫൈനലും വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. ആ മത്സരത്തിൽ ഇംഗ്ലണ്ട് 1-0 അർജന്റീനയെ തോൽപ്പിച്ചു. അർജന്റീന ക്യാപ്റ്റൻ അന്റോണിയോ റാറ്റിന്റെ ചുവപ്പ് കാർഡ് ഏറെ ചർച്ചയായിരുന്നു. അതേസമയം 1998 റൗണ്ട് ഓഫ് 16 ഇംഗ്ലീഷ് താരം ഡേവിഡ് ബെക്കാം ചുവപ്പ് കണ്ട് പുറത്തായ മത്സരത്തിൽ ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ അർജന്റീന വിജയം പിടിച്ചെടുത്തു. അതേസമയം കാലം കാത്തുവെച്ച പോലെ 2002 ഗ്രൂപ്പ് ഘട്ടത്തിൽ ബെക്കാമിന്റെ പെനാൽറ്റി ഗോളിലൂടെ ഇംഗ്ലണ്ട് അർജന്റീനയെ 1-0 പരാജയപ്പെടുത്തി തിരിച്ചടി നൽകി. ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിൽ മൈക്കൽ ഓവനെ അർജന്റീന ബോക്സിൽ വീഴ്ത്തിയതിനെ തുടർന്ന് ലഭിച്ച പെനാൽറ്റി ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാം ഗോളാക്കി മാറ്റുകയായിരുന്നു. ഈ വിജയം 1998 ലോകകപ്പിൽ അർജന്റീനയോടേറ്റ തോൽവിക്കും ബെക്കാമിന് നേരിടേണ്ടി വന്ന റെഡ് കാർഡ് വിവാദത്തിനും മധുരമായ പ്രതികാരമായി മാറി. ഇത്തവണ ആവേശകരമായ ഏറ്റുമുട്ടലാകും ഇരു ടീമുകളും കാഴ്ചവെക്കുക. ഇത്തവണ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന സ്വിറ്റ്സർലൻഡിനെ അധിക സമയത്ത് കീഴടക്കിയാണ് സെമിയിലേക്ക് മുന്നേറിയത്. അതേസമയം നോർവേയെ അട്ടിമറിച്ചാണ് ഇംഗ്ലണ്ട് സെമി ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.